ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നിങ്ങൾക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോവാം. ഷെരീഫ് സർ ജോയിൻ ആയിട്ടുണ്ടോ? നോക്കാം. കേട്ടോ. ഓക്കെ, ജസ്റ്റ് പ്ലീസ് വെയിറ്റ്. ഹലോ, ജസ്റ്റ് ഒന്ന് വെയിറ്റ്. ട്രെയിനർ കണക്റ്റ് ആയിട്ടില്ല. ഓക്കെ, ഓക്കെ. എന്താണ്, എന്തെങ്കിലും വർക്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നോ? എന്തിനെങ്കിലും കുറിച്ചിട്ടോ എന്തെങ്കിലും? ഇല്ല, ഷെരീഫ് സർ ജോയിൻ ആയിട്ടില്ല. ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. മണിസാർ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, തൽക്കാലം വരുന്നത് വരെ ഈ ജേണൽ എഴുതുകയാണ്. ഇത് കുറെ പുതിയ ആളുകൾ ഉണ്ടല്ലോ അല്ലേ? ഒന്ന് ക്യാമറ ഓണാക്കാത്ത ഒരുപാട് ആളുകളില്ലേ? സന്ധ്യ ശ്രീജിത്ത് കേൾക്കാവോ? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ മുന്നത്തെ സെഷനിൽ? സന്ധ്യമ്മ നമ്മളെ പ്രോഗ്രാമിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ക്യാമറയിൽ കൂടെ കാണാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ സന്ധ്യമ്മ? ബഷീർ സാർ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഫോട്ടോ കണ്ടിട്ട്. സന്ധ്യമ്മ പറഞ്ഞോ, നേരിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്, ക്യാമറ ഓണാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ ഓക്കെ. അനു അഞ്ചിലാരാ? നമ്മുടെ ട്രെയിനറെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, കണക്റ്റ് ആവുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കുമായിട്ടൊന്ന് മുന്നോട്ട് പോയാലോ? ഓക്കെ, ആർക്കെങ്കിലും എല്ലാവരോടും ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് സർ?
ഓരോരുത്തരെ ചോദിച്ചു നോക്കാം, ഓരോരുത്തരെ അഭിപ്രായം ചോദിച്ചു നോക്കാം. അനു ഒന്ന് ക്യാമറ ഓൺ ആക്കാൻ കഴിയോ? അനു, അഞ്ജലി. അനു ആരൊക്കെ ഇവിടെ ഓണാക്കി പോയി? കീർത്തന ഓണാക്കൂല. ഒരാൾ ഓണാക്കി? ഒന്നുകിൽ അനു അല്ലെങ്കിൽ കീർത്തന. കേൾക്കണ്ടേ ഞാൻ പറഞ്ഞത്? ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞു കേൾക്കാനിട്ടാണ്. അല്ല മേ ബി ഒരു വീഡിയോ ചെയ്യാൻ അഖിലമ്മ പറ്റാത്ത അഖിലമ്മ ഉണ്ടോ? ഇനി ഇതില് ഹലോ, ഇന്നലെ ജോലിമാൻ കൂടി പേര് തന്നിട്ടുണ്ട്. ഇനി ആരെങ്കിലും പേര് തരാനുണ്ടോ? ഇനി 1 or 2 ആളുകൾക്ക് അവസരം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. 1 or 2 ആളുകൾക്ക്, അങ്ങനെ ആരെങ്കിലും പിന്നെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ അവർക്ക് ബുധനാഴ്ച നാളത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ അവർക്ക് കൺഫേം ചെയ്തിട്ട് ക്യാഷ് ഒക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും, എല്ലാം സെറ്റിലാക്കും. അപ്പോ അജ്ബർ സാറോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിൽ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? നമ്മളെ 2000 സെലിബ്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. ഇനി ലാസ്റ്റ് അവസാനം അറിഞ്ഞിട്ട് ഇല്ലാന്ന് ഒരു പറയുന്നൊരവസ്ഥ വരരുത്. അതായത് ഇപ്പൊ പറഞ്ഞു സാറ് അതായത് സാറ് പറഞ്ഞപ്പോ എന്താ പറയുക, ആളുകൾ ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം നല്ല ആയിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് ആൾക്കാർക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ കഴിയും. അതായത് ഇപ്പൊ നൗഫൽ സാറിന് ഇതേപോലെ കുറച്ച് ആളുകൾ ആ പ്രദേശത്തുള്ള ആളുകളായതുകൊണ്ട് അവർക്ക് അവിടെ താമസിക്കാതെ അവിടുത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഈ 2 ചാൻസ് ഇവിടെ വരാൻ കാരണം. അങ്ങനെ ചാൻസ് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നൗഫൽ സാറിനെ അറിയിക്കണം. കാരണം നാളെ നമുക്ക് ഇതിന്റെ ഫൈനൽ റിസൾട്ട് കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ നമ്മളെ പേയ്മെന്റ് ഒക്കെ ചെയ്ത് റെഡി ആക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. താല്പര്യം ഉണ്ടെങ്കിൽ വരാം, നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വരാം. അഖിലമ്മ പറഞ്ഞോളൂ. എന്താ ജോലിയിലാണോ അഖിലമ്മ? ജോലിയില്ല. റൂമില് കുട്ടികളൊക്കെ ഉറങ്ങുന്നുണ്ടോ? അതാണ് ഇവിടുന്ന് കാണുന്നുണ്ട് കുട്ടികൾ ഉറങ്ങുന്നുണ്ട്. സുബ്രഹ്മണ്യൻ സാർ തിരിക്കുകയാണ്. ഇവിടുന്ന് കാണുന്നുണ്ട് കുട്ടികൾ ഉറങ്ങുന്നുണ്ട്. എങ്ങനെ ഇപ്പൊ കാണുന്നത് ഇല്ലേ? നമുക്ക് അങ്ങനെ കാണൂലേ? മ്യൂട്ടാണ് സുബ്രഹ്മണ്യൻ സാറെ കണ്ണാടി ഇമ്പോർട്ടഡ് കണ്ണാടി അല്ലേ? അതെ, ക്യാമറ ലൈറ്റ് ഒന്നും ഇടാതെ സംസാരിക്കാൻ പഠിച്ചു നിൽക്കുമ്പോ നമുക്ക് അറിയാം അവിടെ കുട്ടികളുണ്ട്, വെറുതെ നിൽക്കുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് പറഞ്ഞാല് അതൊന്നും പറ്റില്ല. എന്തായാലും പിന്നെ വേറെ അനുവിന് എന്താണ് ഓർമ്മയുണ്ടോ കുട്ടികള്? അനുവിന് കുട്ടികളുണ്ടോ? എന്ത് സംസാരിക്കാൻ ഞങ്ങൾക്ക് ഈ പേരില്ലാത്ത ആളാരാ? സാറെ പേപ്പെക്സൽ എന്ന് പറയുന്ന ആളാരാ? ആരാ ഈ ആള് പേപ്പെക്സൽ? ഡ്യൂപ്ലിക്കേറ്റ് കാര്യമാണ്. ഡ്യൂപ്ലിക്കേറ്റ് അല്ല, അത് നിന്റെ കമ്പനി ഫോണിനാ കയറുന്നത്. നിന്റെ മറ്റേ ഫോണിൽ കയറാൻ പറ്റുന്നില്ല. ഓക്കെ, ആ സാറൊന്ന് പറഞ്ഞിരുന്നല്ലോ. ശരിയാ. ഓക്കെ. അവിടെ നൗഫൽ സാറിന്റെ ഫോണ് നൗഫൽ സാറിന് തന്നെ പണി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സാറേ, പിന്നെ ട്രെയിനിൽ വരുന്ന ആളുകൾ ആരൊക്കെയാ? അല്ല സാർ, കോഴിക്കോട് ട്രെയിനിൽ വന്ന് ഇറങ്ങുന്ന ആരൊക്കെയാണ്? ഷൈനി ഉണ്ടാവും.
ആ അഖില മാം, ഷൈനി മാം, ജൂലി മാം, അതുപോലെ തന്നെ കണ്ണൂർ ഭാഗത്തു നിന്നാണെങ്കിൽ നമ്മളെ ഇതുണ്ട്. പിന്നെ ഇപ്പൊ ആരാലോ ഒന്ന് ട്രെയിനിൽ വരുന്നവർ കുറച്ച് പേരുണ്ട്. അല്ല അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടിയാൽ നമുക്കൊന്ന് കോർഡിനേറ്റ് ചെയ്യായിരുന്നു. അതെ അത് നമുക്ക് നാളെ മീറ്റിംഗ് വെക്കുന്നുണ്ട്. നാളെ സിഫ്താർ ക്ലാസ് കഴിഞ്ഞിട്ടേ സിഫ്താറും ഉണ്ടാവും. നമ്മളെ നമുക്കൊന്ന് നമ്മളെ മറ്റേ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. ഗ്രൂപ്പിൽ ഞാന് പിന്നെ മുക്കത്തേക്ക് എത്തുന്നവര് കക്കാടംപൊയിലേക്ക് എത്തുന്നവര് അറിഞ്ഞിട്ട് ഞാനൊരു ഇതിട്ടിട്ടുണ്ട് ഇന്ന്. അപ്പൊ അതിൽ പേര് രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അറിയാം ഏകദേശം എത്ര ആൾക്കാരുണ്ട്. അത് ഡെസ്റ്റിനേഷൻ ആണ്. നമുക്ക് പുറപ്പെടുന്ന സ്ഥലം കൂടി ഒന്ന് ഫില്ല് ചെയ്യണം. അത് അതിനെ ഓരോരുത്തര് ഫില്ല് ചെയ്യണം. ഓരോ ആളുകൾ അല്ല, എവിടുന്നൊക്കെ പുറപ്പെടുന്നുള്ളത്. അങ്ങനെ ആകുമ്പോ ഒരു എളുപ്പം. അതല്ല കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്ര മണിക്ക് എത്തും എന്നുള്ളത് ഏകദേശം അറിയാമെങ്കിൽ അവിടെ നിന്നുള്ള കോർഡിനേഷന് വേണ്ടിയിട്ട് ചോദിച്ചാൽ. അത് മതി, അത് മതി. ഓക്കെ, നമുക്ക് ഷെരീഫ് സർ ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. ഷെരീഫ് സർ ഓഡിബിൾ ആണോ? ഹലോ. Yes. ഓക്കെ, താങ്ക് യു സർ. Okay. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മൾ സെഷൻ സാറിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ 6 ways to empower your life എന്നാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ Yes. കുറിച്ച് ഇന്നത്തെ എടുക്കാൻ വേണ്ടി ഷെരീഫ് സർ ഇൻവൈറ്റ് ചെയ്യാണ്. ഷെരീഫ് സർ പ്ലീസ് വെൽക്കം സർ. Okay. Okay, thank you. Good morning dears, everyone. ഒരു നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു. അതോടൊപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കുറച്ച് മാറ്റേഴ്സ് അത് തന്നെയാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ജസ്റ്റ് ഒരു റിമൈൻഡർ ആയിട്ട് മാത്രം കൊണ്ടുവരികയാണ്. അതിൽ നമ്മളെ ഒരു ലൈഫ് എംപവർ ചെയ്യാനും നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. അത് ഏത് രീതിയിലായാലും. പിന്നെ അതൊന്നും തകർന്നടിഞ്ഞ് കാണാൻ ആരും താല്പര്യപ്പെടാത്ത കാര്യമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതിൽ നമ്പർ 1 ആണ് നമ്മുടെ വെൽത്ത്. നമ്മുടെ വെൽത്ത് നമുക്ക് ചിലപ്പോൾ പല രീതിയിലായിരിക്കും. നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ പല രീതിയിലായിരിക്കും. നമ്മളെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളെ വെൽത്ത് എന്നുള്ള ചിന്താഗതിയാണ് മെജോറിറ്റി ഓഫ് ഞാനടക്കമുള്ള ആളുകൾ ചിന്തിക്കുന്നത്. അവിടെ ഈ വെൽത്തിനെ നമുക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ട് നമുക്കെന്നും ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കെന്നും ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് നമുക്കതിനെ നിലനിർത്തണമെങ്കിൽ 1, 2, 3 കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ വളരെ നന്നാവും. അതിൽ നമ്പർ 1 ആണ് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ആദ്യമായിട്ട് ചെലവഴിക്കുക എന്നുള്ളതാണ്. പേ യുവർ സെൽഫ് ഫസ്റ്റ്. നമുക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ ജീവിത നിലവാരം, ചുറ്റുപാട്, അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യാനുള്ള ഒന്നാമതായിട്ടുള്ള കാര്യം. നമ്മളെ വെൽത്തിലൂടെ പിന്നെ നമ്മുടെ എംപവറിങ് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും. നമ്മുടെ ഇൻകത്തിൻ്റെ 20% അത് സേവ് ചെയ്തിട്ട് നമ്മൾ ചിലവാക്കാൻ പാടുള്ളൂ. സേവ് 20% ഓഫ് യുവർ ഇൻകം. നമ്മളെ ഇൻകം എപ്പോഴും എത്രയായാലും പെർ ഡേ 1000 ആണെങ്കിൽ അതിൻ്റെ 20% നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ, സേവ് ചെയ്യാൻ നമുക്ക് എന്തായാലും മാറ്റി വെക്കാൻ പറ്റണം. ഞാൻ ചിലവാക്കിയതിൻ്റെ ബാക്കി മാത്രമേ സേവ് ചെയ്യുന്നുള്ളൂ എന്നുള്ള ചിന്തയാണെങ്കിൽ നമുക്കത് ഒരിക്കലും ബാക്കി ഉണ്ടാവില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾ ദിനം പ്രതി പല രീതിയിൽ കൂടി വരികയാണ്. സോ അവിടെ നമുക്ക് ചെയ്യാനുള്ളൊരു മാറ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം സേവിങ് നടന്നിരിക്കണം. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാവൂ. ദെൻ നമ്മുടെ 6 months ഓഫ് ക്യാഷ് ബഫേഴ്സ്, ഏകദേശം നമ്മൾ സ്വരുക്കൂട്ടി വെച്ച എമൗണ്ട് ഒരു 6 മാസം നമുക്ക് എത്രയുണ്ട്, ആ എമൗണ്ടിനെ നമ്മുടെ ഒരു മാർക്കറ്റിൽ
ഷെയർ മാർക്കറ്റ് വേണമെന്നോ, അത് ബുദ്ധിപരമായിട്ട് നീങ്ങേണ്ട ഒരു കാര്യമാണ്. അത് നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മളെ ചുറ്റുപാടിനോടൊക്കെ അന്വേഷിച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അഥവാ ഒരു സെക്കൻഡറി സേവിങ്സ് കൂടെ, അല്ല സെക്കൻഡറി ഇൻകം കൂടെ വരുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു മുന്നോട്ടുള്ള യാത്ര ദാറ്റ്സ് നമ്മുടെ ലൈഫിന് അത്യാവശ്യമാണ്. അഥവാ ഈ കാലഘട്ടത്തിൽ ഒരു ഇൻകം മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ ഒരു അധ്യാപകനാണെങ്കിൽ അദ്ദേഹത്തിന് ബാക്കിയുള്ള ഏരിയ കൂടി കവർ ചെയ്താൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു സ്പേസിൽ നിന്ന് കൂടി മാത്രം അധ്യാപന ജോലിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉണ്ട്, ഓക്കെ. പക്ഷേ അത് മാത്രം മതിയാവാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീണ്ടും ഒരു മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് സേഫ് സോണിലാണ് നമ്മൾ ഉള്ളത് എന്ന് കൂടി നമ്മൾ ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്. എവിടെയെങ്കിലും കൊണ്ടുപോയി കണ്ടിട്ട് എന്തെങ്കിലും കൊണ്ടുപോയി ഇട്ടിട്ട് ചിലവാക്കുക എന്നുള്ളതിനപ്പുറം ബുദ്ധിപരമായിട്ട് നമ്മൾ ഒരുപാട് ഒബ്സർവേഷനൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ആ തരത്തിലുള്ള ഒരു മുന്നോട്ടുള്ള പോക്ക്, ആ രീതിയിൽ നമ്മൾ പിന്നെ റിച്ച് ഡാഡ് പുവർ ഡാഡൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വായിച്ചിട്ടുണ്ടാവും. നമ്മളെ ലൈഫിൽ നമ്മൾ കാണുന്ന നമ്മളെ പാരൻസിൽ നിന്നും കിട്ടിയ നമുക്കുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഈവൻ നമ്മളെ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ നമ്മൾ എത്രമാത്രം അതിനെ ബിൽഡ് ചെയ്തു, പാരമ്പര്യമായിട്ട് കിട്ടിയതിനപ്പുറം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി, ഇത്തരത്തിലുള്ള കുറച്ച് ചിന്തകളിലൂടെ നമ്മളെ പുതിയതായിട്ട് നമുക്കുണ്ടാവുന്ന നമ്മുടെ മക്കളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ ഇത് തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പേ ഇറ്റ് ഫോർവേഡ്. നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു പ്രോസസ്സിൽ നിലനിൽക്കണം. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെൽത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട്, ഞാൻ 5 മിനിറ്റ് മാത്രമേ ഒരു മാറ്ററിൽ സംസാരിക്കുള്ളൂ, നമുക്ക് 6 വേസ് പറയാനുണ്ട്. സോ വെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ആ രീതിയിൽ വേണം എന്ന് തന്നെ പറയാണ്. സോ സെക്കൻഡ് ഈസ് ഗോയിങ് ടു മൈൻഡ് സെറ്റ്. നമ്മളെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആവുക. നെഗറ്റീവ് മൈൻഡ് സെറ്റിന് ആരും താല്പര്യപ്പെടുന്നില്ല. പോസിറ്റീവ് ആവുക നമ്മുടെ മൈൻഡ് സെറ്റ് എന്നുള്ള അടുത്ത് നമ്മൾ എങ്ങനെ പോസിറ്റീവ് ആവണം, എങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റിനെ പോസിറ്റീവ് ആക്കാൻ പറ്റും. അതിൽ നമ്മൾ ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷ്വലൈസ് യുവർ സക്സസ്. നമ്മുടെ സക്സസ്സിന്, നമ്മുടെ വിജയത്തിന് നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ പഠിക്കാൻ പറയുമ്പോൾ ആ കുട്ടിക്ക് വല്ലാത്ത ചടപ്പാണ്, പഠിക്കാൻ തോന്നുന്നില്ല. അതേസമയം കുട്ടിയോട് ഒരു മോട്ടിവേഷൻ സ്പീക്കർ വന്നിട്ട് എൻ്റെ ക്ലാസ്സിലെ പയ്യനോട് പിന്നെ പല കാര്യങ്ങളും സംസാരിച്ചു. എൻ്റെ കൂട്ടത്തിലെ മോനെ നിനക്ക് ആരാവണം എന്ന് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യം എനിക്കൊരു ഡോക്ടർ ആവണമെന്ന്. അപ്പോൾ അവൻ്റെ പാരൻസ് 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു. പിന്നെ മോന് 1 മണിക്കൊക്കെ എണീറ്റ് വായിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു അവന് ജിന്ന് കൂടി എന്നാണ്. സോ ഞാൻ ആകെ പേടിയിലാണ്, സാറൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവനെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, അല്ല മോനെ, നീ 1 മണിക്കൊക്കെയാണോ ഇപ്പോൾ വായിക്കാറുള്ളത്? വെൽ ഡൺ, നല്ല കാര്യമാണ്. ഇപ്പം അങ്ങനെയൊക്കെ പഠിച്ചാലേ തീരുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ആരാ സാറിനോട് പറഞ്ഞ? എൻ്റെ ഉമ്മയോ ഉപ്പയോ ആയിരിക്കില്ല. ഇപ്പം ഞാൻ സത്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ രാത്രി കഴിഞ്ഞ ആഴ്ചത്തെ സാറിൻ്റെ ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ എൻ്റെ അടുത്ത് വന്ന ആൾ ചോദിച്ചിരുന്നു, നിനക്ക് ആരാവണമെന്ന് ആഗ്രഹം? ഞാൻ സ്പോട്ടിൽ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ നീറ്റ് എഴുതാൻ പോകുന്നത്, ഞാൻ നീറ്റിൽ നല്ല റാങ്കോടുകൂടി പാസ്സാവുന്നത്, അതിൽ അവസാനം എനിക്ക് എയിംസിൽ തന്നെ അഡ്മിഷൻ കിട്ടുന്നത്, ഞാൻ അവിടെ തന്നെ പഠിച്ചു വലിയ റാങ്ക് നേടുന്നു, അവിടുന്ന് അതിൻ്റെ PG ഡിഗ്രി എടുക്കുന്നു, അഥവാ MD എടുക്കുന്നു. പിന്നെ ഞാൻ അവിടെ തന്നെയുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിക്കുന്നു. ഞങ്ങൾ അവിടെ ഭയങ്കര ഫാമിലി ആയിട്ട് അടിച്ചുപൊളിയായിട്ട് ഡൽഹിയുടെ പിന്നെ വലിയൊരു ഫ്ലാറ്റിൽ കൂടുന്നു, ലൈഫ് സ്റ്റൈലൊക്കെ മാറുന്നു. ഈ തരത്തിലുള്ള എൻ്റെ ഒരു സക്സസ് ഞാൻ വിഷ്വലൈസ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഒറ്റയടിക്ക് എനിക്ക് ഡോക്ടർ ആവണമെന്ന് പറഞ്ഞത്. അത് കേട്ട് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ അലാറം സെറ്റ് ചെയ്ത് നാളെ മുതൽ എനിക്ക് പഠനം തുടങ്ങണം എന്നുള്ള ആ ആഗ്രഹം ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് അലാറം സെറ്റ് ചെയ്ത് ഞാൻ കടന്നു. അലാറം ഫോണ് പോലും അല്ല അലാറമായിട്ട് ഉപയോഗിച്ച് ടൈം പീസ് തന്നെ വാങ്ങി. കാരണം ഫോൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ പിന്നെ
ചിന്തകളെ ചിലപ്പോൾ അത് ഡിസ്ട്രാക്ട് ചെയ്യും. എൻ്റെ ചിന്തകളെ ഫോണിലേക്ക് ശ്രദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഫോൺ ഞാൻ മാറ്റി വെച്ചു. ഞാൻ ടൈം പീസ് എടുത്തു. ഞാൻ സെറ്റ് ചെയ്ത് കിടന്നു. 10 മണിക്ക് ഞാൻ കിടന്നതിന് ശേഷം ജസ്റ്റ് ഒരു മണിക്കൂർ കഴിയും ഞാൻ എണീറ്റ് പോയി. അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോൾ 11 മണിയായിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ കിടന്നു. അങ്ങനെ പെട്ടെന്ന് എണീറ്റു. അലാറം ശബ്ദിച്ച് കേട്ടില്ല. എന്താ സംഭവിച്ചു? ഞാൻ ഉറങ്ങിപ്പോയി എന്ന് വിചാരിച്ചു. അങ്ങനെ പോയി നോക്കുമ്പോൾ 12 മണിയായിട്ടേ ഉള്ളൂ. വീണ്ടും ഞാൻ കിടന്നു. സമയം ഒരുപാടുണ്ടല്ലോ. അങ്ങനെ പിന്നെയും ഞെട്ടി എണീറ്റു. പോയി നോക്കുമ്പോൾ 1 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ പറയുന്നത് അവൻ്റെ മനസ്സിലുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ APJ പറഞ്ഞൊരു പോയിന്റിലാണ് ആ കാര്യം കിടക്കുന്നത്. കാരണം APJ പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ അതാണ് നിങ്ങളുടെ സ്വപ്നം, യഥാർത്ഥ സ്വപ്നം എന്ന്. അവൻ്റെ സ്വപ്നങ്ങൾ അവൻ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ആ രീതിയിലായിരിക്കണം നമ്മളെ സ്വപ്നം. നമ്മളെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല, നമ്മൾ ഉറക്കാതിരിക്കുന്ന സ്വപ്നമാണ്. ആ രീതിയിലേക്ക് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് സക്സസ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തന്നെ മതി മോട്ടിവേഷൻ, മറ്റൊന്നും വേണ്ട. നമ്മൾ സക്സസ് അപ്പോൾ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കാനുള്ള ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. വിഷ്വലൈസ് സക്സസ്, ദെൻ മെഡിറ്റേറ്റ് ചെയ്യണം ഡെയിലി. നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാം ഭയങ്കര സംഭവം തന്നെയാണ്. അതായത് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, അത്തരത്തിലുള്ള ഒരു മുന്നോട്ടുള്ള ഈ പോക്കുണ്ടല്ലോ, 5 AM ക്ലബ്, വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി വാലിഡേറ്റിംഗ് സംതിങ്. ഓക്കെ, അപ്പം ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്, ഒരു ദിവസം ചെയ്തു പിറ്റേന്നില്ല, പിറ്റേന്ന് ചെയ്തു, അങ്ങനെയല്ലാതെ അത് ഡെയിലി ആവുക എന്നുള്ളതാണ് ആ ഒരു മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആകാനുള്ള വലിയ കാര്യമാണ്. അതുപോലെ തിങ്ക് ബിഗ്ഗർ. നമ്മൾ വലിയ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, ചെറുത് എന്ന് പറയുന്നതില്ല. വലുത് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുന്നോളം എന്നല്ല, പിന്നെ വാനോളം ആഗ്രഹിച്ചാൽ കുന്നോളം കിട്ടുമെന്ന് പണ്ടുള്ള ആളുകൾ പറയായിരുന്നു. ഇതിൻ്റെ മറ്റൊരു വേർഡാണ് തിങ്ക് ബിഗ്ഗർ. നമ്മൾ വലുത് മാത്രം ചിന്തിക്കുക. അതുപോലെ ബി ഗ്രേറ്റ്ഫുൾ. പിന്നെ അതുപോലെ ക്രിയേറ്റ് എ ലൈഫ് പ്ലാൻ. നമ്മളെ ജീവിതത്തിൻ്റെ ഒരു പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എപ്പോഴും. വെറുതെ എന്തെങ്കിലും രാവിലെ ആവുന്നു, വൈകുന്നേരം ആവുന്നു, രാത്രിയാവുന്നു, ഇങ്ങനെയല്ലാതെ ഈ കൃത്യമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ട് നാളെ എനിക്ക് എന്തൊക്കെ ഡ്യൂട്ടി, അതിൽ എത്രമാത്രം ഞാൻ ചെയ്ത് കഴിഞ്ഞു, രാത്രിയാകുമ്പോൾ ആ ഒരു ലെവലിൽ നമ്മളെ ടു ഡു ലിസ്റ്റ് പ്ലാൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആവും. ദെൻ നമ്മളെ നെറ്റ്വർക്ക്, നമ്മുടെ ചുറ്റുപാട്, നമ്മളെ ഫാമിലി, നമ്മളെ പിന്നെ സബോർഡിനേറ്റ്സ്, നമ്മളെ കൊളീഗ്, ഇവരെല്ലാവരുമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് നല്ല പോസിറ്റീവായിട്ട് കൊണ്ടുപോകുക എന്നുള്ള. തേർഡ് വൺ, വെൽത്തും മൈൻഡ് സെറ്റിനും ശേഷം മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത് നെറ്റ്വർക്കിനെ കുറിച്ചാണ്. നമ്മുടെ ലൈഫ് പാർട്ട്ണറിനെ നമ്മൾ ലവ് യുവർ പാർട്ട്ണർ എന്നാണ് പറയുന്നത്. നമ്മളെ പാർട്ട്ണറിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്പർ 1 and 2, 3. നമ്മളെപ്പോഴും 3 വട്ടവും നമ്മളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ ലൈഫിനെ എങ്ങനെ സ്പോയിൽ ചെയ്താലും അത് വെറും എന്താ പറയുക, തട്ടിപ്പ് എന്നേ പറയാൻ പറ്റൂ. സോ ലവ് യുവർ പാർട്ട്ണർ ഫസ്റ്റ്, ദെൻ ഗെറ്റ് ഇൻ ടു കമ്മ്യൂണിറ്റീസ്. നമ്മുടെ ചുറ്റുപാടിലേക്ക്, നമ്മളെ സമുദായത്തിലേക്ക്, നമ്മളെ സറൗണ്ടിങ്സിലേക്ക് നമ്മൾ കിട്ടണം. നമ്മൾ ആവശ്യത്തിന് നമ്മൾ കിട്ടുന്നില്ല. നമ്മൾ അമേരിക്ക, ലണ്ടൻ എന്ന് പറയുന്ന രീതിയിൽ പറന്ന് കളിച്ചു അവസാനം മരിക്കുമ്പോൾ അവർക്ക് മുന്നിലിരുന്ന് അവർ കൊണ്ടുപോയി ഞണ്ട് ദഹിപ്പിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിലേക്ക്, നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മളെ കിട്ടുക എന്നുള്ളതാണ്. അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. യൂട്ടിലൈസ് സോഷ്യൽ മീഡിയ. നമ്മൾ പിന്നെ വെറുതെ ഹായ് എന്ന് ഗ്രൂപ്പിൽ പറയുന്നതിന് പകരം പേഴ്സണലി നിങ്ങൾ പോയി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു നോക്ക്. അതിനകത്ത് വരുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുപോലെ ജസ്റ്റ് പേഴ്സണലി പോയി ഇങ്ങോട്ട് എത്ര പേര് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാണ്ട് കോൾ ചെയ്യാറുണ്ട്. ഒരു ഡെയിലി ഒരു 10 ആളെ വെച്ചൊന്ന് വിളിച്ചു നോക്കാണ്ട്, ചുമ്മാ വെറുതെ വിളിച്ചാട്ടോ, നമ്മുടെ കോള് കണ്ടാൽ തന്നെ അറിയാം എന്തോ ചൊറയുണ്ട്. ആ രീതിയിലേക്ക് മറ്റുള്ളവരുടെ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ വിളിക്കുക. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താടാ, പിന്നെ നീ എന്താ വിളിക്കാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ, എടാ നിന്റെ ശബ്ദം, നിന്റെ സൗണ്ട്, നിന്റെ ഫ്രണ്ട്ഷിപ്പ്, അതിന് വാല്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. നിന്നെ ഒന്ന് കാണാൻ അല്ലെങ്കിൽ നിന്നെ ഒന്ന് കേൾക്കാൻ പൂതിയായതുകൊണ്ടാണ് വിളിച്ചത് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു പോസിറ്റിവിറ്റി, ആ നെറ്റ്വർക്കിൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരു കാര്യം അതിനകത്ത് മനസ്സിലാവും. ബിക്കോസ് നമ്മൾ വിളിക്കാറുള്ളത്, എടാ നിൻ്റെ അടുത്ത് ഒരു 10 രൂപ ഒപ്പിക്കാനുണ്ടോ, നാളേക്കുള്ള ഒരു 15 രൂപ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് നമ്മളെ നെറ്റ്വർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ
പിന്നെ പേഴ്സണലി നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. വിളിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ആളുകൾക്ക് ജസ്റ്റ് വാട്സപ്പിൽ ചോദിക്കുക, എന്തൊക്കെയുണ്ടാ വിശേഷം, സുഖമല്ലേ, മതി, അത് മതി. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവരെയും പിന്നെ നന്നായിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. അവർക്ക് കിട്ടുന്ന ഹാപ്പിനെസ്സിൽ നമ്മൾ കൂടെ പങ്കാളികളാവുക. അതൊരു ഇമോജി ബേസ്ഡ് ആണെങ്കിൽ പോലും നമ്മൾ അവിടെ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു ലൈക്കുണ്ട്. ഈ കാലഘട്ടത്തിലെ ലൈക്കിന് വെരി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. ആൻഡ് ഡെവലപ്പ് ചെയ്യുക റിലേഷൻഷിപ്പ്, നമ്മൾ ബന്ധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. നല്ല നല്ല രീതിയിലുള്ള സ്വഭാവത്തിലൂടെ നമ്മളെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. ദെൻ ലവ് ദോസ് അറൗണ്ട് യു, നമുക്ക് ചുറ്റുമുള്ളവരെ നിർബന്ധമായിട്ട് നമ്മൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ അവർക്കൊക്കെ നെഗറ്റീവ്സ് ഉണ്ട്, അവർക്കൊക്കെ പോരായ്മകളുണ്ട്. ആ പോരായ്മകളെ അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ ഫോർത്ത് വൺ, നാലാമതായിട്ട് ഞാൻ പറയുന്നത് ഹെൽത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ട കാര്യം, ഈറ്റ് ഹെൽത്തി ഫുഡ്. നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. സോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധ ഘടകമാണ്. കുറേ ജങ്ക് ഫുഡ് വാരി വെച്ച് തിന്നതുകൊണ്ടല്ല. ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ കാർബോഹൈഡ്രേറ്റ് വേണം, അതിൽ വെജിറ്റബിൾസ് വേണം, ഫ്രൂട്ട്സ് വേണം, മിൽക്ക് ഐറ്റംസ് വേണം, പ്രോട്ടീൻസ്, മിനറൽസ്, എവറിത്തിങ്. അത് ഇപ്പോൾ നെറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള രീതിയിൽ ഏറ്റവും നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക. ദെൻ എക്സസൈസ്, ഡെയിലി എക്സസൈസ് മസ്റ്റ്. മിനിമം 20 മിനിറ്റ്സിനെങ്കിലും ഡെയിലി രാവിലെ. ഇപ്പോൾ ഈ 6 മണിൻ്റെ ഈ പ്രോഗ്രാം കഴിഞ്ഞു, 6:30 കഴിഞ്ഞാൽ ഒരു 6:50 വരെ നിങ്ങൾ എക്സസൈസ് ചെയ്യുക. അത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എയറോബിക്സ്, ഇപ്പോൾ യൂട്യൂബിൽ ഒരു പഞ്ഞുമില്ല സാധനം കാണാൻ കിട്ടാനും. സോ ഡെയിലി എക്സസൈസ് ചെയ്യുക. അതുപോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ടുള്ള ഒരു രീതി, മോർണിംഗ്, പിന്നെ അതുപോലെ നൂൺ ടൈം, ഈവനിങ്ങിൽ, അത് എപ്പോൾ കഴിക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറങ്ങുന്നതിൻ്റെയൊക്കെ 3 മണിക്കൂർ മുമ്പ് കഴിക്കുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ നേരത്തെ കിടക്കുക, നേരത്തെ എണീക്കുക, അത് നമ്മളെ ഹെൽത്തിൻ്റെ ഒരു വലിയ ഘടകമാണ്. സോ നമുക്ക് ആവശ്യമായ രീതിയിൽ മോർണിംഗിൽ ഏറ്റവും രാവിലെ 4 മണിക്ക് എണീക്കുന്നു, രാത്രി 10 മണിക്ക് കിടക്കുന്നു, അല്ലെങ്കിൽ 9 മണിക്ക് കിടക്കും. ഇപ്പോഴൊക്കെ ശരിക്കും 9 മണിക്ക് കിടക്കാം, കാരണം അത്രയും നേരത്തെ രാത്രിയാവുന്നു. സോ 7 മണിക്കൂർ നല്ലൊരു ഉറക്കം കിട്ടുന്നു, നല്ല ഗ്ലാമറസ് ബോഡി കിട്ടും, മൈൻഡ് കിട്ടും. 4 മണിക്ക് എണീറ്റ് നമുക്ക് ചെയ്യാനുള്ള വർക്കുകൾ ചെയ്യാം. ദെൻ 6 മണിയാകുമ്പോൾ അല്ലെ 6:30 എക്സസൈസ് ചെയ്യുന്നു, 7 മണിക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നു. പിന്നെ നമ്മൾ തന്നെ കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ലേൺ ടു കുക്ക്. നമ്മൾ കുക്ക് ചെയ്യാൻ പഠിക്കുക. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പല രീതിയിൽ മോർണിംഗിലൊക്കെ വൈഫിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുക്ക് ചെയ്യാനുള്ള ഞാനിപ്പോൾ അതിന് തയ്യാറെടുക്കാനുള്ള, ഇനിയിപ്പോൾ ഈ ഒരു 10-40 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇറങ്ങാനായി. അപ്പോൾ ഡ്രിങ്ക് ലെസ് ആൽക്കഹോൾ എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ആൽക്കഹോൾ പാടെ ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ബിക്കോസ് പിന്നെ നമ്മൾ ആൽക്കഹോള് നമ്മളെ കിഡ്നി, നമ്മുടെ ലിവർ, നമ്മളെ സോഫ്റ്റാണ്, നമ്മളെ സോഫ്റ്റ് ടിഷ്യൂസാണ് നമ്മളെ ഇൻസൈഡ് ദ ബോഡി. അപ്പോൾ ഇൻറ്റേർണൽ ഓർഗാൻസിൻ്റെ പവർ എന്ന് പറയുന്നത് അത് സിമ്പിളായിട്ടുള്ള പ്രോട്ടീനും ന്യൂട്രിയൻസും ഒക്കെ തന്നെയാണ്. അവിടേക്കാണ് നമ്മൾ ആൽക്കഹോൾ പോലെ, അത് ഈതയിലായാലും എത്തനോൾ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ വിഷം വരെ കുടിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ആൽക്കഹോൾ എങ്ങനെയാലും നമുക്ക് വലിയ പിന്നെ മെഡിസിനായിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ടാവാം, അരിഷ്ടത്തിലൊക്കെ ഉണ്ടാവാം. പക്ഷേ ആൽക്കഹോൾ എങ്ങനെയായാലും അത് ബോഡിക്ക് ഹാംഫുൾ ആണ്. സോ അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഹെൽത്തിന്, പിന്നെ സ്മോക്കിങ്, അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് നമ്മളെ ബോഡിയുടെ ഒരു ഹാപ്പിനെസ്സിന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ എംപവറിങ് യുവർ ലൈഫ് എന്ന് പറയുമ്പോൾ അവിടെ ഹെൽത്തിന് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് ലീഡർഷിപ്പ്, 5ാമതായിട്ടുള്ള നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാറ്റേഴ്സ്. 1 വെൽത്ത് ആയിരുന്നു, 2 മൈൻഡ് സെറ്റാണ്, 3 നെറ്റ്വർക്കാണ്, 4 ഹെൽത്താണ്, 5 ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് നമ്മൾ ഒരാളെ പിന്നിൽ വർക്ക് ചെയ്യുക എന്നുള്ളതിനപ്പുറം
നമ്മുടേതായ ചിന്തയിൽ കുറെ പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ഡോണ്ട് ഫോളോവർ. നമ്മളെ ഫോളോവേഴ്സ് ആക്കി മറ്റുള്ളവരുടെ ഫോളോവർ ആവാതെ ചിന്തകളെ നമ്മുടെ പിൻഗാമികൾക്ക്, നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചിന്തകൾ നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. ബിക്കോസ് ഒരാളുടെ പിന്നാലെ ഇങ്ങനെ നടന്ന് അയാളെ ചെയ്യും പോലെ, അയാളെ പാട് പോലെ, അയാളെ തിന്നും പോലെ എന്നൊക്കെ പറയുന്നതിനപ്പുറം നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന രീതിയിലേക്ക് മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ നമ്മളെ വാല്യൂസിനെ നമ്മൾ കാണിച്ചു കൊടുക്കുക. എനിക്ക് ജീവിതത്തിൽ എൻ്റെതായിട്ടുള്ള കുറച്ച് വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ മറ്റുള്ളവർ ഫോളോ ചെയ്യാൻ ഇടവരുത്തുക എന്നുള്ളത്. ദെൻ ബിൽഡ് ആൻ ഓഡിയൻസ്. നമ്മളെ ഓഡിയൻസിനെ നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. മറ്റുള്ളവർ ചൂടായി വരുമ്പോൾ, മറ്റുള്ളവർ പല രീതിയിൽ നമ്മളെ ഇകയറ്റി സംസാരിക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ നമുക്കൊക്കെ പറ്റും. പക്ഷെ അങ്ങനെ തിരിച്ചടിക്കാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ലീഡറിന് പറ്റുന്ന ഏറ്റവും വലിയ കഴിവ്. ബിക്കോസ് നമ്മളെ ഓഡിയൻസിന് 4 തിയറി പറഞ്ഞു നോക്കുക. അനിൽ ബാലചന്ദ്രൻ നിങ്ങൾക്കറിയാം. പൈസ കൊടുത്ത ആളുകൾ വന്ന് തെണ്ടി എന്നൊക്കെ പറഞ്ഞു കണ്ട് വിളിച്ച് മൂപ്പര് പോയി പൈസ വാങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ ഇനി ഒരു പൈസ കൊടുത്ത് ഒരു ഓഡിയൻസ് ആയിട്ട് നിൽക്കാൻ അതിൽ ആരും താല്പര്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മളെ ഓഡിയൻസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ തന്നെ ആ രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക, അതിനെ പിന്നെ ഡിസ്ട്രക്ട് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാറാതിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് മാസ്റ്റർ ദ സോഷ്യൽ ഗെയിം. ഇപ്പം നമ്മൾ സൊസൈറ്റിയിലുള്ള ഓരോ കളികൾ ഉണ്ടാവാറുണ്ട്. പിന്നെ പല രീതിയിലുള്ള ചിന്തകളും പല രീതിയിലുള്ള ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലാണ് കാണാറുള്ളത്. ഒരു ചങ്ങായി വളർന്നു വരുമ്പോൾ ഓനെങ്ങനെ പിടിച്ച് താഴെടാം. ഒരു അമേരിക്കയിലൊരു കോണ്ടസ്റ്റ് നടന്നു, ഒരു വലിയ ഒരു കോണ്ടസ്റ്റ് ആയിരുന്നു. അതിനകത്ത് എല്ലാ രാജ്യത്തു നിന്നുമുള്ള തവളകളുടെ ഒരു മത്സരമാണ്. തവളകളെ പെട്ടിയിലാക്കിയിട്ട് അമേരിക്കയിൽ കൊണ്ടുപോയി, അമേരിക്കയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ ഒരു നിശ്ചിത സമയം വെച്ചതിന് ശേഷം ആ പെട്ടിയിൽ എത്ര തവളകൾ അവശേഷിക്കുന്നുണ്ടോ അത്രയും തവളകളുള്ള രാജ്യത്തിനായിരിക്കും ഫസ്റ്റ് പ്രൈസ്. അങ്ങനെ പിന്നെ ആ മത്സരം കഴിഞ്ഞു. പെട്ടികൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജപ്പാൻ്റെ ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഒരു തവള പോലും അവിടെ ഇല്ല. അവസാനം പെട്ടി തുറന്ന് ഇന്ത്യൻ്റെ പെട്ടി എടുത്തു നോക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ്റെ പെട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കാൻ പോയത് കേരളത്തിൻ്റെ ടീമായിരുന്നു. സോ ആ പെട്ടി നിറയെ തവളകളുണ്ട്. 10 തവളയായിരുന്നു ഉണ്ടായിരുന്നു. 10 അതിനകത്ത് തന്നെ ഉണ്ട്. ജപ്പാൻ്റെ ഒക്കെ എപ്പോഴോ കാലിയായി പോയിട്ടുണ്ട്. നമ്മളത് ഫുൾ അവിടെ ഉണ്ട്. ബിക്കോസ് നമ്മൾ ആ മത്സരത്തിൽ വിജയിച്ചു. അപ്പോൾ ചോദിച്ച അവസരത്തിൽ അതിൻ്റെ ദൃശ്യങ്ങളിൽ പറയുന്നത്, ഒരു തവള ഇങ്ങനെ പുറത്തേക്ക് ചാടാൻ പോകുമ്പോൾ, പുറത്തേക്ക് ഇങ്ങനെ കയറി അപ്പുറം ചാടാൻ പോകുമ്പോൾ അതിൻ്റെ കാല് പിടിച്ചിങ്ങാണ്ട് താഴെ വിട്ടിട്ടും മറ്റേ ആള്. അപ്പോൾ അങ്ങനെ ഒരുത്തനെയും രക്ഷപ്പെടാൻ നമ്മളാരും സമ്മതിക്കാറില്ല. ഇതാണ് നമ്മളെ സോഷ്യൽ ഗെയിം, അല്ലെ? സമൂഹത്തിലുള്ള ഒരു ഗെയിം എന്ന് പറയുന്നത്. ഒരുത്തൻ വളരുകയാൻ തോന്നിയാൽ ഓനെങ്ങനെ ഉണ്ട് തകർക്കാൻ എന്നുള്ള ചിന്തയിലേക്കാണ് നമ്മുടെ, പ്രത്യേകിച്ച് മലയാളിയുടെ ഒരു കൺസെപ്റ്റിൽ എല്ലാവരും ഉണ്ട് നല്ല കേട്ടോ ഞാൻ പറയുന്നത്. മെയിനായിട്ടുള്ള ചില ആളുകൾക്കുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഗെയിമുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അത്തരത്തിൽ ഉള്ള ആളുകൾക്ക് ഒരിക്കലും ലീഡർഷിപ്പിൽ ശോഭിക്കാൻ കഴിയില്ല, ഇങ്ങോട്ടെത്താൻ കഴിയില്ല. അതൊക്കെ നമ്മൾ മാറ്റിവെക്കുക. ദെൻ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ജനങ്ങൾക്കിടയിലേക്ക്, സൊസൈറ്റിയിലേക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ. ആ രീതിയിൽ നമ്മൾ ലീഡർഷിപ്പിനെ നമ്മൾ മാറ്റിയെടുക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, 6th വൺ എന്ന് പറയുന്നത് വിസ്ഡമാണ്. നമ്മളെ വിവേകം ഉണ്ടായിരിക്കുക. നമ്മളേതായ രീതിയിൽ പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോവേണ്ടത്. നമ്മളെ പിന്നെ ഏതൊരു വിഷയത്തിലായാലും അതിൻ്റെ മാസ്റ്റർ ആവാൻ ശ്രമിക്കുക. ഏറ്റവും ടോപ്പിലുള്ള ആൾ. ഇപ്പോൾ മാസ്റ്റർ ഡിഗ്രി എന്ന് പറയുന്നിടത്തേക്ക് ബാച്ചുലർ ഡിഗ്രീൻ്റെ അപ്പുറം മുകളിൽ മാസ്റ്റർ കിടക്കുന്നത് ഡീപ്പാണ്. അതിനകത്ത് നോളജ് എന്ന് നമുക്കറിയാം. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അറിയാം, മാസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ MSc ചെയ്യുക, MEd ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു വിഷയത്തിലെ മാസ്റ്ററിങ് ആണ്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിലായാലും അതിന് മാസ്റ്റർ ആവാൻ വേണ്ടി തന്നെ പഠിക്കുക.
ദെൻ അപ്പോൾ മാത്രമേ നമുക്ക് വിസ്ഡം എന്ന് പറയുന്നതിലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ. നമ്മളെ ടോപ്പിക്ക് ഏത് ടോപ്പിക്കായാലും നമ്മൾ അതിൽ റിസർച്ചർ ആയിരിക്കണം. നമ്മളൊരു ടോപ്പിക്ക് എടുത്തതിന് ശേഷം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ നിർബന്ധമായിട്ടും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണം, അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ഒരു പക്ഷേ അതിനകത്ത് ഒരുപാട് അന്വേഷണത്തിലൂടെ നമുക്ക് പുതിയതിനെ കണ്ടെത്താൻ പറ്റും. സോ റിസർച്ച് എ ടോപ്പിക് ആൻഡ് ഇതിന് നമുക്കൊരു മെൻറ്റർ വേണ്ടി വരും. നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് മുന്നോട്ട് കറക്റ്റായ രീതിയിൽ പോകണമെങ്കിൽ ഒരു ബെസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെൻറ്റർ വേണം. ആ മെൻറ്റർ ഏതാണ് അത് നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പിന്നെ ടേസ്റ്റിനും നമ്മളെ ചിന്തക്കും നമ്മളെ മുന്നോട്ടുള്ള പ്രയാണത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെൻറ്ററാവുക എന്നുള്ളതാണ്. നമ്മളെ തകർക്കുക എന്നുള്ളതല്ലല്ലോ. പുള്ളി നമ്മളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള മെൻറ്ററായിരിക്കണം. പിന്നെ നമ്മൾ സെൽഫ് അവെയർ ആയിരിക്കുക. ബിക്കം സെൽഫ് അവെയർ. നമ്മളെ ചിന്തകൾ നമ്മൾ ഏത് രീതിയിൽ പോകണം. അപ്പം നമ്മളെ വിസ്ഡം നമ്മൾ ആരാണ് എന്നുള്ളതിൽ നിന്നും ഉടലെടുക്കും. നമ്മൾ ബിക്കം സെൽഫ് അവെയർ. സ്വന്തമായിട്ട് അറിയാത്തിടത്തോളം കാലം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ആരാണ്, എൻ്റെ വീക്ക്നെസ്, എൻ്റെ ത്രെട്ട്, എൻ്റെ പിന്നെ സ്ട്രെങ്ത് എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണ്, ഇതെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ എൻ്റെ വീക്ക്നെസ്സിനെ ഞാൻ അറിയാത്തിടത്തോളം കാലം ഞാൻ പരാജിതനാണ്. എൻ്റെ സ്ട്രെങ്ത് അറിയാത്തിടത്തോളം കാലം എനിക്ക് വിജയിക്കാൻ കഴിയില്ല. സോ എൻ്റെ സ്ട്രെങ്ത്തിനെ കൂടുതൽ പവർഫുൾ ആക്കിയിട്ട് വീക്ക്നെസ്സിനെ പരമാവധി ഒഴിവാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ സെൽഫായിട്ട് അവെയർ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വി ക്യാൻ സക്സസ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ കണ്ടിന്യൂ ലേണിംഗ്. ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഗ്രേവ് ടു ഡെത്ത് എന്നാ പറയാ എന്ന് ബേൺ ഫ്രം ബോൺ ടു ഡെത്ത്. നമ്മൾ ജനിച്ച അന്ന് മുതൽ തുടങ്ങിയിട്ട് അതിന് വേറെ രീതിയിൽ പറയാറുണ്ട്. തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന് പറയാറുണ്ട് പച്ച മലയാളത്തിൽ. എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോസസ് ടു ഗെറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ ബോൺ ടു ദ ഡെത്ത്. മരണം വരെയുള്ള പഠനമാണ് ജീവിതം. പക്ഷെ അത് നമ്മളൊന്നും പഠിക്കാതിരിക്കുന്ന സമയത്തും നമ്മളെ ലൈഫിൽ ഈ എക്സ്പെരിമെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മളെ ജീവിതത്തിലേക്ക് വരുന്നു. നമ്മൾ അതിനെ സമീപിക്കുന്നു. ഓരോ പ്രോബ്ലം വരുമ്പം ഓരോ ചാലഞ്ചുകളാണ്. അതിനകത്തൊരു വഴികൾ നമ്മൾ കണ്ടെത്തണം. നമ്മൾ ജീവിതം കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻസിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ഇതാണ് ലൈഫിൻ്റെ ഒരു രീതി. മോഹൻലാൽ ഏതോ സിനിമയിൽ പറയും പോലെ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം, എല്ലായിടത്തും പ്രശ്നങ്ങൾ തന്നെയാണ്. അതുതന്നെയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ വലിയൊരു കുത്തൊഴുക്ക് തന്നെയാണ്. പക്ഷെ ആ പ്രശ്നങ്ങളെ കാണാതെ ആ പ്രശ്നങ്ങളെ ചാലഞ്ചുകളായിട്ട്, നമ്മുടെ അവസരങ്ങളായിട്ട് നമ്മൾ എപ്പോൾ കാണുന്നു അന്ന് മുതൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. സോ നമ്മൾ ലൈഫിനെ നമ്മൾ ചാൻസുകളാക്കി, നമ്മളെ പ്രശ്നങ്ങളെ നമ്മൾ അവസരങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് നമ്മൾ പുറത്തേക്ക് വരുന്ന നമ്മളെന്ന് പറയുന്ന ഒരാൾ കൊക്കൂണിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടുന്ന ബട്ടർഫ്ലൈയെ പോലെ സുന്ദരമായിരിക്കും നമ്മുടെ ലൈഫ്. ആ രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം. അപ്പം ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. നമ്മളെ എംപവർ ചെയ്യുന്ന ലൈഫിനെ കറക്റ്റാക്കി മാറ്റുന്ന, ലൈഫിനെ എംപവർ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ജസ്റ്റ് 6 പോയിന്റുകൾ, 6 വഴികളെ കുറിച്ചാണ് പറഞ്ഞത്. നമ്പർ 1 വെൽത്ത് ആണ്. 2 മൈൻഡ് സെറ്റ് ആയിരുന്നു. 3 നെറ്റ്വർക്കിൻ്റെ കാര്യമായിരുന്നു. 4 ഹെൽത്ത്. 5 ലീഡർഷിപ്പ്. 6 വിസ്ഡം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ മൈൻഡിലേക്ക് സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു അവസരം തന്നതിന് താങ്ക് യു സോ മച്ച് ആൻഡ് സി യു. ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ബൈ. ഓക്കെ, താങ്ക് യു ഷെരീഫ്, താങ്ക് യു സോ മച്ച്. സോ ടീം മെമ്പേഴ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഈ ഒരു സെഷനിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കോ അറിയിക്കാം. 1-2 പേര് പെട്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കാവോ?
ബഷീർ സർ. മാജിക് മോർണിംഗ്. ഷെരീഫ് സാർ ജീവിതത്തിൽ പാലിക്കേണ്ട 5-6 വാല്യൂസിനെ പറ്റിയിട്ട് നല്ലവണ്ണം നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മളത് ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്. താങ്കളുടെ ക്ലാസ് നന്നായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് സർ. ഓക്കെ, താങ്ക് യു ബഷീർ സർ. ഒരാളും കൂടി ഒന്ന് പെട്ടെന്ന് പറയാവോ? അഥവാ നിങ്ങൾക്ക് ഇനി ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാട്ടോ. ഓക്കെ, ഒരേ വളരെ നല്ല ക്ലാസ് ആയിരുന്നു, വളരെ നല്ല ഇൻഫോർമേഷൻ ആയിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ടുള്ള 6 പ്രിൻസിപ്പിൾസ് ലൈഫിൽ ഒരു പുതിയ രൂപത്തിൽ അവതരിപ്പിച്ചു. പിന്നെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. ഓക്കെ, എനിവേ ഷെരീഫ് സർ, താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ. അപ്പോൾ എല്ലാവർക്കും ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരുന്നു, ടോപ്പിക്സ് ആയിരുന്നു. എനിവേ നമുക്കിന്ന് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം, നമുക്ക് ടൈം ആയിട്ടുണ്ട്. താങ്ക് യു. സീ യു. ബൈ. Thank you, Sharif sir. Thank you all. Thank you all. താങ്ക് യു ഷെരീഫ് സാർ. താങ്ക് യു ഓൾ. Thank you. Thank you all.